ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഫസ്റ്റത്തെ സിസേറിയൻ ആയിരുന്നു, അപ്പൊ അടുത്തതും സിസേറിയൻ തന്നെ ആവുമോ, നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാൻ പറ്റുമോ എന്ന്. ആക്ച്വലി നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാം, പക്ഷെ കുറച്ച് കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം. കുട്ടി ആവറേജ് സൈസ് ഉള്ള ബേബി ആയിരിക്കണം, പിന്നെ അമ്മയുടെ പെൽവിക് ബോൺ അഡിക്വേറ്റ് വലിപ്പം ഉണ്ടായിരിക്കണം, പിന്നെ കുട്ടിയുടെ പൊസിഷൻ നോർമൽ ആയിരിക്കണം, മറുകുട്ടി അല്ലെങ്കിൽ പ്ലാസന്റ നോർമൽ പൊസിഷനിലായിരിക്കണം, ഫ്ലൂയിഡിന്റെ അളവ് നോർമൽ ആയിരിക്കണം, അമ്മയ്ക്ക് വലിയ പ്രോബ്ലംസ് ലൈക്ക് അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് പോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ലോ റിസ്ക് ആയിട്ടുള്ള പ്രഗ്നൻസികളിൽ വേറെ ഒരു കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ആക്ച്വലി ട്രയൽ ഓഫ് ലേബർ ആഫ്റ്റർ സിസേറിയൻ എന്നാണ് അതിന് പറയാൻ, ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് ട്രൈ ചെയ്യുമ്പോൾ ഒരു ടെർഷ്യറി കെയർ സെന്ററിൽ വേണം ട്രൈ ചെയ്യാനായിട്ട്. 24/7 നഴ്സിംഗ് കെയർ ഫെസിലിറ്റിയും ഡോക്ടേഴ്സും അവൈലബിൾ ആയിരിക്കണം. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ ഉടനെ തന്നെ സിസേറിയൻ ചെയ്യാവുന്ന ഫെസിലിറ്റീസും ഉള്ള ഹോസ്പിറ്റലാണ് ഇത് ട്രൈ ചെയ്യേണ്ടത്. പ്ലസ് ബ്ലഡ് ബാങ്ക് ഫെസിലിറ്റിയും അവൈലബിൾ ആയിരിക്കണം. കാരണം ഓൾറെഡി സിസേറിയൻ ചെയ്ത് നമ്മുടെ യൂട്രസിൽ ഒരു മുറിവുണ്ടാവും. പെട്ടെന്ന് പെയിൻ വരുന്ന സമയത്ത് ഈ മുറിവിൽ പെട്ടെന്ന് സ്റ്റിച്ച് വിട്ടു പോകാനും അവിടെ ബ്ലീഡിങ്ങും ഇന്റേണൽ ബ്ലീഡിങ് വന്ന് കോംപ്ലിക്കേഷൻസ് വരാനുള്ള റിസ്ക് ഉണ്ട്. അതുകൊണ്ട് എമർജൻസി ആയിട്ട് വയറ് തുറന്ന് സർജറി ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള സ്ഥലത്ത് നമുക്ക് ട്രയൽ ഓഫ് ലേബർ ആഫ്റ്റർ സിസേറിയൻ ട്രൈ ചെയ്യാവുന്നതാണ്.